Welcome to BSc Complementary Physics, Semester 4, 47th class Electronics, Chapter. Today the topic is Transistor Amplifier. BSc Complementary Physics, Semester 4, Electronics. The topic is Transistor Amplifier and this is the 47th class. So what is a transistor amplifier? It is a device for converting a weak signal into a strong signal. An amplifier intended to operate on small input signal is called a small signal amplifier. അതായത് ചെറിയ സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വോൾട്ടേജ് ലെവൽ അല്ലെങ്കിൽ ഒരു പവർ ലെവൽ അല്ലെങ്കിൽ ഒരു കറണ്ട് ലെവൽ എന്ന് പറയും. ഒരു ചെറിയ കറണ്ട് അല്ലെങ്കിൽ ചെറിയ വോൾട്ടേജ് അല്ലെങ്കിൽ ചെറിയ പവർ, അതിനാണ് നമ്മൾ വീക്ക് സിഗ്നൽ എന്ന് പറയുന്നത്. സിഗ്നൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് AC വിചാരിച്ചാൽ മതി, അതൊരു കറണ്ട് വോൾട്ടേജോ പവറോ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ചെറിയ സിഗ്നലിനെ വലിയ സിഗ്നലാക്കി മാറ്റുക, ചെറിയ സിഗ്നലിനെ വലിയ ഒരു സിഗ്നലാക്കി മാറ്റുക, ഒരു ചെറിയ വോൾട്ടേജ് ലെവലിനെ വലിയ ഒരു വോൾട്ടേജ് ലെവലാക്കി മാറ്റുക. അത്തരം ഡിവൈസുകൾ, അതിനുള്ള ഉപകരണങ്ങൾ, അവയെ വിളിക്കുന്ന പേര് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഇറ്റ്സ് എ ഡിവൈസ് ഫോർ കൺവെർട്ടിംഗ് എ വീക്ക് സിഗ്നൽ ഇൻറ്റു സ്ട്രോങ് സിഗ്നൽ. ആൻ ആംപ്ലിഫയർ ഇൻറ്റൻഡഡ് ടു ഓപ്പറേറ്റ് ഓൺ സ്മോൾ ഇൻപുട്ട് സിഗ്നൽ ഈസ് കോൾഡ് എ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയർ. ഇപ്പോൾ ചെറിയ സിഗ്നലിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചെറിയ സിഗ്നലിൽ പ്രവർത്തിക്കുന്ന ആംപ്ലിഫയറിനെ നമ്മൾ സ്മോൾ സിഗ്നൽ ആംപ്ലിഫയർ എന്ന് പറയും. ഇത് പ്രധാനമായിട്ടും നമ്മൾ ട്രാൻസിസ്റ്റർ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ കൊണ്ടാണ് ഇത്തരം ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ നിർമ്മിക്കുക. അപ്പോൾ നമ്മളൊരെണ്ണം ആരംഭിക്കുകയാണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഏക ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഇതൊരു സിംഗിൾ സ്റ്റേജ് C ആംപ്ലിഫയർ എന്ന് പറയും. സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്ന് പറയും. സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. പടം എനിക്ക് പരിചയമുള്ളതാണ്. അതായത് നമ്മൾ ആ വോൾട്ടേജ് ഡിവൈഡർ ബയസാണ് വരച്ചിരിക്കുന്നത്. ആ നടുക്ക് നോക്കിയാൽ കാണാം വോൾട്ടേജ് ഡിവൈഡർ ബയസാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, വോൾട്ടേജ് ഡിവൈഡർ ബയസിൻ്റെ പടം വരച്ചു കഴിഞ്ഞാൽ എവിടെയും വരയ്ക്കാം. ഞാൻ പറഞ്ഞ വോൾട്ടേജ് ഡിവൈഡർ ഒരു SI ആണ്, ഇത് വോൾട്ടേജ് ഡിവൈഡർ ബയസിങ്. ആംപ്ലിഫയർ അതേപോലെയാണ്. നോക്കിയേ, വലിയ വ്യത്യാസമുണ്ടോ നോക്കിയേ. പ്രവർത്തനത്തിൽ നമ്മൾ കണ്ടതാണ് ആ കപ്പാസിറ്റിയൊക്കെ. പിന്നെ ബൈസിങ് പ്രവർത്തനത്തിൽ കപ്പാസിറ്റിക്ക് റോളില്ല, പക്ഷെ ഇവിടെ റോൾ വരും. അപ്പം നോക്കൂ, ആദ്യ പാർട്ട് നോക്കിയാൽ അല്ലെങ്കിൽ ആ നടുഭാഗം നോക്കിയാൽ അത് വോൾട്ടേജ് ഒരു ബൈസ് തന്നെ. ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ, മുകളിൽ RC, താഴെ RE, പിന്നെ R1 R2, സപ്ലൈ VCC എല്ലാം ഉണ്ട്. പിന്നെ അഡീഷണലായിട്ട് എന്താ ഉള്ളത്, നമുക്ക് ഇൻപുട്ട് കൊടുക്കട്ടെ. ഇൻപുട്ട് AC ആണ്. അത് കൊടുക്കാനായിട്ട് ഈ ലെഫ്റ്റിലേക്ക് മാറ്റി നമ്മൾ VS സോഴ്സ് ഇൻപുട്ട് സിഗ്നലാണത്. അത് റെസിസ്റ്റർ ഇട്ടാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് റെസിസ്റ്റൻസ് കാണും. അതുകൊണ്ട് RS എന്നവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ട് എപ്പോഴും കൊടുക്കേണ്ടത് കപ്പാസിറ്റി വെച്ചാൽ കൊടുക്കേണ്ടത്. കപ്പാസിറ്റി C1 എന്നുള്ള കപ്പാസിറ്റി വേണം, ഇൻപുട്ട് കപ്പാസിറ്റി. ഇതിനെ കപ്പാസിറ്റി എന്നറിയാമോ? ഇവിടെ AC അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാതെ ഈ ട്രാൻസിസ്റ്ററിനകത്തുള്ള ബൈസിങ് വോൾട്ടേജ് ഉണ്ടല്ലോ, DC ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് വരാൻ പാടില്ല. കപ്പാസിറ്റിക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് AC കടത്തിവിടും, DC ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ബൈസിങ് വോൾട്ടേജ് DC ആണ്, അത് സോഴ്സിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ C1 എന്ന് പറഞ്ഞ കപ്പാസിറ്റി കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് AC സ്മൂത്തായിട്ട് അങ്ങോട്ട് പ്രവേശിക്കുകയും ചെയ്യും ട്രാൻസിസ്റ്ററിലേക്ക്. പിന്നെ ഔട്ട്പുട്ടിൽ എന്താണ്? ഔട്ട്പുട്ട് അത് തന്നെ. ഔട്ട്പുട്ടിലും അതുപോലെ തന്നെ ഒരു കപ്പാസിറ്റി C2 ഉണ്ട്. C2 അതിൽ നിന്നൊരു ലോഡ് കേട്ടോ, ലോഡ് RL. ആ RL എടുത്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്, VO എടുക്കുന്നത്. RL എടുത്തിട്ട് അവിടെ നിന്ന് VO എടുക്കുകയാണ് ഔട്ട്പുട്ട്. പിന്നെ ഈ Rക്ക് അക്രോസായിട്ട് മറ്റൊരു കപ്പാസിറ്റി ഉണ്ട്, CE. അതൊരു സ്റ്റെബിലൈസിങ് കപ്പാസിറ്റിയാണ്, സ്റ്റെബിലൈസിങ് കപ്പാസിറ്റി. അപ്പോൾ ഈ കപ്പാസിറ്റികളെല്ലാം DCയെ ബ്ലോക്ക് ചെയ്യും, ACയെ ട്രാൻസ്മിറ്റ് ചെയ്യും എന്ന് ഓർക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതോടെ മുകളിൽ കപ്പാസിറ്റി ഇല്ലാത്തത്. മുകളിൽ കപ്പാസിറ്റി ഇല്ലല്ലോ, കാരണം ട്രാൻസിസ്റ്ററിൻ്റെ മുകളിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം അവിടുത്തെ പവർ വരണം നമുക്ക്. ഈ പവർ VCCയിൽ നിന്ന് ട്രാൻസിസ്റ്ററിലേക്ക് പവർ ഒഴുകാൻ വേണ്ടി DC ആണ് വരുന്നത്. അപ്പോൾ അവിടെ കപ്പാസിറ്റി കൊടുക്കാൻ പാടില്ല. അപ്പോൾ 3 കപ്പാസിറ്റി ലെഫ്റ്റിലും റൈറ്റിലും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ AC സ്മൂത്തായിട്ട് അഡ്മിറ്റ് ചെയ്യാനും ഓപ്പറേറ്റിംഗ് പോയിന്റ് സ്റ്റേബിളായിട്ട് നിൽക്കാനും സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കപ്പാസിറ്റി വരയ്ക്കാനും മറന്നു പോരും. അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ ബൈസിൻ്റെ കൂടെ നമ്മൾ 3 കപ്പാസിറ്റിയും ഒരു ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സും അതുപോലെ ഒരു ഔട്ട്പുട്ട് എടുക്കാനുള്ള ഒരു RLഉം കാണിച്ചു കഴിഞ്ഞാൽ ആംപ്ലിഫയറായി. വോൾട്ടേജ് ഡിവൈഡർ ബൈസ് സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ, അത് പഠിച്ചു കഴിഞ്ഞാൽ ആംപ്ലിഫയർ ആക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഇൻപുട്ട്
കൊടുക്കണം. BS അതിനൊരു സോഴ്സ് റെസിസ്റ്റൻസ് കാണും RS, അത് മാർക്ക് ചെയ്തതിൽ പോലും കുഴപ്പമില്ല. പിന്നെ ഒരു ഇൻപുട്ട് കപ്പാസിറ്റി C1, ഔട്ട്പുട്ട് എടുക്കുന്നതും അതേപോലെയുള്ള സർക്യൂട്ട് വെച്ചിട്ടാണ്. അവിടെ നമുക്ക് C2 കപ്പാസിറ്റി ഉണ്ട്, RL ലോഡുണ്ട്, അതിന് അക്രോസ് ആയിട്ടാണ് VO എടുക്കുന്നത്. അപ്പോൾ 2 റെസിസ്റ്റൻസ് ആണ് വരുന്നത് കേട്ടോ ഔട്ട്പുട്ട് കറക്റ്റായിട്ട്. RC കറക്റ്റ് ലോഡും വരും, അതുപോലെ ഈ ലോഡ് റെസിസ്റ്റർ RLഉം വരും. അപ്പോൾ എഫക്റ്റീവ് ലോഡ് വ്യത്യസ്തമാണ്. എഫക്റ്റീവ് ലോഡ് RC അല്ല, അല്ലെങ്കിൽ RL അല്ല, അതൊരു കോമ്പിനേഷനാണ്, പാരലൽ കോമ്പിനേഷൻ ആയിട്ടാണ് ഫലത്തിൽ വരുന്നത്. ഈ എന്താണ് ആംപ്ലിഫയർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ചെറിയ സിഗ്നൽ ഒരു 0.2 വോൾട്ട് കൊടുത്താൽ അത് നമുക്ക് 2 വോൾട്ടായിട്ട് തരുന്ന ഒരു ഡിവൈസാണ് വിചാരിക്കരുത്. ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ സിഗ്നലിനെ ലാർജ് സിഗ്നലാക്കി മാറ്റുന്ന സർക്യൂട്ടാണ്. ഒരു 0.2 വോൾട്ട് കൊടുത്താൽ 20 വോൾട്ടായിട്ട് തരും, അല്ലെങ്കിൽ 2 വോൾട്ടായിട്ട് തരും. അപ്പോൾ ചെറിയ വോൾട്ടേജിനെ വലിയ വോൾട്ടാക്കി തരും, ചെറിയ പവറിനെ വലിയ പവറാക്കി തരും. എവിടെ നിന്ന് എടുത്ത് തരും ഇത്? എവിടെ നിന്നാണ് ഈ ട്രാൻസിസ്റ്ററിന് ഇങ്ങനെ പവർ കൂട്ടിത്തരാൻ കഴിയുന്നത്? അത് വളരെ സിമ്പിളാകും ഉത്തരം. നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ബയസിങ് വോൾട്ടേജ് ഉണ്ടല്ലോ, VCC, അവിടെ നിന്ന് എടുത്തിട്ട് ഇതിനൊപ്പിച്ച് കൺവേർട്ട് നമുക്ക് തരികയാണ്. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഡൈനാമോ ഇല്ല, അതിന് പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിവില്ല. അതെന്താണ് ചെയ്യുന്നത്? അത് ബയസിങ് വോൾട്ടേജിൽ നിന്ന്, ബയസിങ് പവർ ഉണ്ടല്ലോ, ബയസിങ് വോൾട്ടേജ് മുകളിലത്തെ ബാറ്ററി, അതിൽ നിന്ന് പവർ എടുത്തിട്ട് ഈ സിഗ്നലിനൊപ്പം കൊടുത്ത് നമുക്ക് പിന്നെ ഔട്ട്പുട്ട് തരും. ഔട്ട്പുട്ട് വലുതായിരിക്കും അന്നേരം. ഇതാണ് ആക്ഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ സർക്യൂട്ടിലേക്ക് പോവാം. A CE transistor amplifier with NPN transistor is shown in the circuit. RC is the collector load and RC is the load resistor. RL is the load resistor, R is the collector load. R1, R2 and RA form the potential divider bias arrangement. A bypass capacitor CE is connected to RA. C1 is the input capacitor and C2 is the coupling capacitor. കപ്ലിംഗ് കപ്പാസിറ്ററിലേക്ക് ഔട്ട്പുട്ട് കപ്പാസിറ്റർ എന്ന് പറയും. ഈ കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് അറിയാവോ? നമുക്ക് വളരെ വലിയ സിഗ്നൽ വേണമെങ്കിൽ ഇതുപോലുള്ള സ്റ്റേജുകൾ, ഇതുപോലുള്ള ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ 2-3 കണക്ട് ചെയ്യും. അപ്പോൾ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് കണക്ട് ചെയ്യുന്ന കപ്പാസിറ്റി C2 ആണ്. അതുകൊണ്ടാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. കപ്ലിംഗ് ഇപ്പോൾ നമുക്ക് ഒറ്റ ഒരു സിംഗിൾ സ്റ്റേജ് മതിയെങ്കിൽ ഈ C2വിനെ ഔട്ട്പുട്ട് കപ്പാസിറ്റർ എന്ന് പറയും. കപ്പാസിറ്റർ അലൗസ് ഓൺലി AC വോൾട്ടേജസ്, ദേ ബ്ലോക്ക് DC ഞാൻ പറഞ്ഞ കാര്യമാണ്. കപ്പാസിറ്റി DC ബ്ലോക്ക് ചെയ്യും, AC മാത്രം കടത്തിവിടും. DC ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ആ പടത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഈ നോട്ടിനകത്ത് എഴുതിയിരിക്കുന്നത്. സെൽഫ് എക്സ്പ്ലാനേറ്ററി ആണ്, ഗഹനമായ കാര്യങ്ങളൊന്നുമില്ല. ഇനി വർക്കിംഗ് പറയാം. ഇൻപുട്ട് AC സിഗ്നൽസ് VI is VS. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ നമ്മൾ VI ഈക്വൽ VS എന്ന് പടത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാർക്ക് ചെയ്യാം. It is supplied to the base of the transistor. The output signal, the input signal either aids or opposes base emitter bias. അതായത് ഇത് സൈൻസുകൾ വേവ് ആണല്ലോ. അപ്പോൾ ഈ പിന്നെ ക്രസ്റ്റും ട്രഫും ഉണ്ട്. അപ്പോൾ ആ ഈ ക്രസ്റ്റ് വരുമ്പോൾ പിന്നെ വോൾട്ടേജ് എയ്ഡ് ചെയ്യുകയാണെങ്കിൽ ട്രഫ് വരുമ്പോൾ വോൾട്ടേജ് താഴ്ത്തും. അതിൻ്റെ അർത്ഥം ആ സൈൻ വേവ് വരുമെന്ന് പറയാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. When it aids the bias, IB goes up, therefore VC decreases. അപ്പോൾ ഒരു പോസിറ്റീവ് ഗോയിങ് സൈക്കിളിൽ, പോസിറ്റീവ് ഗോയിങ് ഇൻപുട്ടിൽ IB ഇൻക്രീസ് ചെയ്യും, അതേരം VC ഡിക്രീസ് ചെയ്യും. അതിൻ്റെ കാരണം ഈ ഫോർമുലയാണ്. VC ഈക്വൽ ടു VCC മൈനസ് IC ഇൻറ്റു RC പ്ലസ് RA. നമ്മുടെ ബൈസിൽ പഠിച്ച ഇക്വേഷനാണ്. VC ഈക്വൽ VCC മൈനസ് IC ഇൻറ്റു RC പ്ലസ് RA, അല്ലെങ്കിൽ IC മൈനസ് RC മൈനസ് IE ഇൻറ്റു RE എന്ന് പറയും. ഈ IC ഒന്നാണല്ലോ. അപ്പോൾ IC പുറത്ത് എഴുതിയിട്ട് വേണം അങ്ങനെ എഴുതാം. VC ഈക്വൽ VCC മൈനസ് IC ഇൻറ്റു RC പ്ലസ് RA. അങ്ങനെ കിട്ടുന്നത് IS നിയർലി IC. അപ്പോൾ IC കോൺഫാക്ട് എടുത്താൽ മതി. അപ്പോൾ IC ഇൻറ്റു RC പ്ലസ് RA എഴുതിയാൽ മതി ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. പോസിറ്റീവ് സൈക്കിളിൽ IB കൂടും, IB കൂടുമ്പോൾ IC കൂടും, IC കൂടുമ്പോൾ VC കുറയും. കാരണം എന്താണ്? ഇവിടെ VCCയിൽ നിന്ന് കുറയ്ക്കുകയാണ് ആ ടേം, അതുകൊണ്ട് VC കുറയും.
അപ്പോൾ പോസിറ്റീവ് ഗോയിങ് സൈക്കിളിൽ ഐ ബി കൂടുമ്പോൾ ഐ സി കൂടും, അവിടെ വി സി കുറയും, ഔട്ട്പുട്ട് നെഗറ്റീവ് ഗോയിങ് ആയിട്ട് മാറും. Thus, when the input signal increases, VCE and hence the output voltages VO decreases. VC എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ്. പക്ഷെ നമ്മളൊരു RL ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ VO എന്ന് പറയുകയാണ്. VC is numeric equal to VO in some cases. RL ഇടുമ്പോൾ ചെറിയ വ്യത്യാസം വരും. The reverse phenomenon happens when the input signal opposes base emitter bias. ഇനി ഒരു നെഗറ്റീവ് ഗോയിങ് സൈക്കിൾ ഇൻപുട്ട് വരികയാണെങ്കിൽ ഐ ബി ഡിക്രീസ് ചെയ്യും, അപ്പോൾ റിവേഴ്സ് പ്രോസസ്സ് ഉണ്ടാകും, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. The effect of increasing the input signal is to produce a small increase in IB. This causes a large increase in IC due to the transistor action due to transistor action. Such a large increase in IC produces a large voltage drop across the load resistance. Thus, a weak signal is amplified in a transistor amplifier. അപ്പം അങ്ങനെ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൽ ഒരു വീക്ക് സിഗ്നൽ ഒരു സ്ട്രോങ് സിഗ്നലാക്കി കൺവേർട്ട് ചെയ്ത് തരും നമുക്ക്. The transistor itself does not produce a large voltage output. ഞാൻ പറഞ്ഞ കാര്യമാണ്, ട്രാൻസിസ്റ്ററിന് സ്വന്തമായിട്ട് വലിയ വോൾട്ടേജ് ഔട്ട്പുട്ട് തരാനുള്ള കഴിവില്ല. അത് ചെയ്യുന്നത് ബയസിങ് വോൾട്ടേജിനെ എടുത്ത് ഇതിനോട് ചേർത്ത് തരികയാണ്. ഇത് ട്രാൻസിസ്റ്റർ ഇറ്റ്സെൽഫ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എ ലാർജ് വോൾട്ടേജ് ഔട്ട്പുട്ട്. ഇറ്റ് ഡ്രോസ് പവർ ഫ്രം ദി ബാറ്ററി VCC ആൻഡ് only regulates the current flow through it such that the output voltage variation is large. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ട്രാൻസിസ്റ്റർ സപ്ലൈ സോഴ്സ് VCCയിൽ നിന്ന് പവർ എടുത്ത് ഇൻപുട്ടിൻ്റെ കൂടെ കൊടുത്ത് നമുക്ക് വേരി ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ വലുതാക്കി തരികയാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ഗോയിങ് വേവ് കൊടുത്താൽ, നമുക്ക് പോസിറ്റീവ് ഗോയിങ് ഇൻപുട്ട് കൊടുത്താൽ ഒരു നെഗറ്റീവ് ഗോയിങ് ഔട്ട്പുട്ടാണ് കിട്ടുന്നത് മാഗ്നിഫൈഡ് ആയിട്ട്. അതിനെ വിളിക്കുന്നവർ ഫേസ് റിവേഴ്സൽ. എന്തുകൊണ്ട് ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഫേസ് റിവേഴ്സൽ ഉണ്ടാക്കുന്നു? അതിൻ്റെ ഒരു പോയിന്റാണ് പറയുന്നത്. ഇതൊരു പ്രത്യേക ക്വസ്റ്റ്യൻ ആണ്. വൈ ദർ ഇസ് ഫേസ് റിവേഴ്സൽ ഇൻ എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ? യു സി റീസൺ ഫോർ ഫേസ് റിവേഴ്സൽ. അല്ലെങ്കിൽ പറയും ടു ഷോ ദാറ്റ് ദ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് ആർ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ഇൻ എ ട്രാൻസിസ്റ്റർ. ഈ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിനെ വിളിക്കുന്ന പേരാണ് ഫേസ് റിവേഴ്സൽ. 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിനെ വിളിക്കുന്ന പേരാണ് ഫേസ് റിവേഴ്സൽ. ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഫേസ് റിവേഴ്സൽ ഉണ്ടാക്കും. എങ്ങനെയാണെന്ന് നോക്കൂ. ആ ഫേസ് റിവേഴ്സൽ മനസ്സിലാക്കണമെങ്കിൽ ഈ ഗ്രാഫ് മനസ്സിലാക്കണം. കണ്ടോ, ഇവിടെ ഈ ഗ്രാഫിനകത്താണ് ഫേസ് റിവേഴ്സൽ നമ്മൾ ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ആദ്യ ഗ്രാഫ് നോക്കുക, അതാണ് ഇൻപുട്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആകട്ടെ, ഇൻപുട്ട് തീറ്റ ഈ സമയമായിട്ട് VI എന്ന് കാണിച്ചിട്ടുണ്ട്, VI അല്ലെങ്കിൽ VS. അപ്പോൾ ഇതൊരു സൈൻ വേവ് AC സൈക്കിൾ കാണിച്ചിരിക്കുകയാണ്. ആ പോസിറ്റീവ് ഗോയിങ് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ഗോയിങ് ഷെയ്ഡ് ചെയ്തിട്ടില്ല. ഇപ്പുറത്തെ വരുമ്പോൾ ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്ക് VO കിട്ടും. അപ്പോൾ അവിടെയും തീറ്റ ഈസ് ω ആണ് X ആക്സിൽ എടുത്തിരിക്കുന്നത്, Y ആക്സിൽ വോൾട്ടേജാണ്. ആ പോസിറ്റീവ് ഗോയിങ് നോക്കിയാൽ നെഗറ്റീവ് ഗോയിങ് ആയി താഴോട്ട് വന്നു, ആ ഷെയ്ഡ് ചെയ്ത ഭാഗം താഴോട്ട് വന്നു. അപ്പം മുകളിലോട്ട് നിൽക്കുന്ന സിഗ്നൽ ഇപ്പുറത്ത് വന്നപ്പോൾ താഴോട്ട് വന്നു. അങ്ങനെ വരുന്നതിനാണ് നമ്മൾ ഫേസ് റിവേഴ്സൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം കേട്ടോ. ഈ ഷെയ്ഡ് ചെയ്തതിൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. ആ ഷെയ്ഡ് ചെയ്ത സാധനമാണ് ഇപ്പുറത്ത് കിട്ടിയിരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇൻപുട്ടിൽ പോസിറ്റീവ് ഗോയിങ് ആയിട്ടുള്ള സിഗ്നൽ ഔട്ട്പുട്ടിൽ വന്നപ്പോൾ അത് നെഗറ്റീവ് ഗോയിങ് ആയിട്ട് മാറി അതിനെ വിളിക്കുന്ന പോലെ ഫേസ് റിവേഴ്സൽ. അതിന് മറ്റൊരു വാക്ക് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയും. പക്ഷെ അത് മാഗ്നിഫൈഡ് മാനറിലാണ് കേട്ടോ. വലിയ സൈസിലാണ് നമ്മൾ രണ്ടാമത്തെ ഗ്രാഫ് വരച്ചിരിക്കുന്നത്, ഔട്ട്പുട്ട് ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ഫേസ് റിവേഴ്സ് എന്ന് പറയും. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫോർ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഹാവ് ദ റിലേഷൻ VC = VCC - ICRC - IR. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ
അത് വേണം ഇങ്ങനെ എഴുതാൻ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ BCC മൈനസ് IC ഇൻറ്റു RC പ്ലസ് RE എന്ന് പറഞ്ഞാൽ ശരിയാണ്. എന്താ കാര്യം? I എന്നുള്ള IC അല്ലേ. അപ്പോൾ അവിടെ Iക്ക് ഇവിടെ IC കൊടുക്കാം നിയർലി. എന്നിട്ട് IC കോൺഫാക്ട് എടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? VC = VCC മൈനസ് IC ഇൻറ്റു RC പ്ലസ് RE. പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഒരു പോസിറ്റീവ് ഇൻപുട്ട് കൊടുത്താൽ IB കൂടും. IB കൂടുമ്പോൾ IC കൂടും. കാരണം ബീറ്റ ഈസ് IC/IB ആണ്, നിങ്ങൾക്കറിയാം. അപ്പം IC കൂടിയാൽ ഈ ഇക്വേഷനകത്തുള്ള ആ മൈനസ് ടേമുകൾ എന്ന് പറഞ്ഞാലും മതി, IC പുറത്തെടുത്താൽ ഈ ഇക്വേഷനകത്തുള്ള മൈനസ് ടേമുകൾ കൂടും. അപ്പോൾ RHSലെ മൊത്തം വാല്യൂ കുറയും എന്ന് പറഞ്ഞാൽ VC ഡിക്രീസ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ഗോയിങ് സൈക്കിളിൽ IB കൂടുമ്പോൾ IC കൂടും, VC കുറയും. അതാണ് വേവ് ഫോം റിപ്പോർട്ട് വരുന്നത്. ഇതിനാണ് ഫേസ് റിവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് റിവേഴ്സൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഏക ഇക്വേഷൻ ഈ ഇക്വേഷൻ നമ്പർ 1 ആണ്. VC is a measure of VO during positive cycle of the input. IB increases, therefore IC increases. Then from equation 1, it can be seen that VC decreases. That is, a 180-degree phase reversal is obtained in the output. അപ്പോൾ 180-degree phase reversal നമുക്ക് കിട്ടും. തിയറി ഒരു 3 ഗെയിൻ ഉണ്ട്, ഒരു 3 ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഉണ്ട് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന്. റീസൺ ഫോർ AI, AV ആൻഡ് AP. ഒന്നാമത്തത് കറണ്ട് ഗെയിനാണ് AI. അതിന് സ്മോൾ IB എന്ന് പറയും. കാരണം ഈ AC കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് AC അതിൻ്റെ റെപ്രസെൻറ്റേഷൻ IC എന്നാണ്, ചേഞ്ചാണ്. ആ ചേഞ്ച് നമുക്ക് ഡെൽറ്റ ക്യാപിറ്റൽ IC എന്ന് പറയാൻ കിട്ടും. ഡെൽറ്റ ക്യാപിറ്റൽ IC/ഡെൽറ്റ IB. AC കൊടുക്കുമ്പോൾ എപ്പോഴും വേരിയേഷനാണ്. വേരിയേഷൻ കാണിക്കാൻ സ്മോൾ ലെറ്റർ കൊടുക്കണം, അല്ലെങ്കിൽ ഡെൽറ്റ കൊടുത്തിട്ട് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. ഡെൽറ്റ IC/ഡെൽറ്റ IB അറിയാലോ. AC അത് ബീറ്റയാണ്. ബീറ്റ ചിലപ്പോൾ കറണ്ട് ഗെയിൻ ഇസ് ബീറ്റ എന്ന് കിട്ടും. ബീറ്റ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, IC/IB പഠിച്ചിട്ടുള്ളതാണ്. ഇനി വോൾട്ടേജ് ഗെയിൻ AV, അത് സ്മോൾ VO/VI അല്ലെങ്കിൽ ഡെൽറ്റ VO/VI, ഡെൽറ്റ VI. ദാറ്റ് ഈസ് VO കാണുന്നത് എങ്ങനെയാണ്? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. ഡെൽറ്റ IC ഇൻറ്റു R, അതാണ് ഡെൽറ്റ, അതാണ് VO, സ്മോൾ VO ബൈ ഡെൽറ്റ IB ഇൻറ്റു RI, ഇൻപുട്ട് റെസിസ്റ്റൻസ്. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണുള്ള വോൾട്ടേജ്, വേർ RO is the output resistance and RI is the input resistance. ഇനി ഡെൽറ്റ IC/ഡെൽറ്റ IB എന്ന് പറയുന്നത് എന്താണ്? അത് ബീറ്റയാണ്. therefore AV is equal to ബീറ്റ ഇൻറ്റു RO/RI, ഇക്വേഷൻ നമ്പർ 2. ഇനി RIക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇക്വേഷൻ ഉണ്ട്, അത് ബീറ്റ RE ആണ്. ബീറ്റ RE, വേർ RE is the ഡൈനാമിക് റെസിസ്റ്റൻസ്, എമിറ്റർ റെസിസ്റ്റൻസ്. RE നമ്മൾ എമിറ്റർ റെസിസ്റ്റൻസ് എന്ന് പറയും, മെഷേർഡ് ബൈ ദ റിലേഷൻ R is 25 MV/I. 25 MV/I എന്ന് പറയുകയാണ് ഈ RE അളക്കുന്നത്. അത് ജർമ്മേനിയത്തിനാണ് കേട്ടോ. സിലിക്കനാണെങ്കിൽ 15 MV, millivolt/I ആണ്, I അങ്ങനെ അളക്കണം. അപ്പോൾ ആ വാല്യൂ ആ മോളത്തെ ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് AV is ബീറ്റ RE/ബീറ്റ RO/ബീറ്റ RE. ഏത് നോക്കിയേ, മുന്നോട്ട് പോയി നോക്കാം. എന്താണ് AV? ബീറ്റ RO/RI. RI എൻ്റെ ബീറ്റ RE, എമിറ്റർ റെസിസ്റ്റൻസ്. ആ എമിറ്റർ റെസിസ്റ്റൻസ് കാണുന്ന ഫോർമുല 25 MV/I. അതിവിടെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബീറ്റ RO/ബീറ്റ RE. ബീറ്റ വെട്ടി പോയിട്ട് RO/RI, ഇക്വേഷൻ നമ്പർ 3. അതാണ് എവിയുടെ ഇക്വേഷൻ. പിന്നെ മൂന്നാമത്തെ പവർ ഗെയിനാണ്. പവർ ഗെയിൻ AP, കറണ്ട് ഗെയിനിൻ്റെ വോൾട്ടേജ് ഗെയിൻ. പവർ എപ്പോഴും VI ആണല്ലോ, അല്ലെങ്കിൽ IV ആണല്ലോ. അപ്പോൾ ഇവിടെ കറണ്ട് ഗെയിനിൻ്റെ വോൾട്ടേജ് ഗെയിൻ, ദാറ്റ് ഈസ് A ഇൻറ്റു AV, ദാറ്റ് ഈസ് ബീറ്റ ഇൻറ്റു AV, ബീറ്റ ഇൻറ്റു RO/RI, ഇക്വേഷൻ നമ്പർ 4. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. Again, if VI is the source, if VS is a source voltage, then input voltage is given by VI is equal to VS into RS by RS plus RI. അങ്ങനെ വരും.
അപ്പോൾ വി ഐ നമുക്ക് കൃത്യം വി എസ് ആയിട്ട് എടുക്കണമെങ്കിൽ റെസിസ്റ്റൻസ് ആർ എസ് 0 ആകണം. അതിൽ ഈ ആർ എസ് ഉള്ളതുകൊണ്ട്, ഈ സോഴ്സിന് അല്പം റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ എഴുതും വി ഐ ഇസ് വി എസ് ഇൻറ്റു ആർ ഐ ബൈ ആർ എസ് പ്ലസ് ആർ ഐ. ആർ എസ് 0 ആണെങ്കിൽ നമുക്ക് വി ഐ ഇസ് വി എസ് എന്ന് കിട്ടും. വേർ ആർ ഐ ഇസ് ദി ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ആർ എസ് ഇസ് എ സോഴ്സ് റെസിസ്റ്റൻസ്. ആർ ഐ, if Ri much greater than Rs, then Vi is equal to Vs. And no load voltage VL equal to Vo into RL by Ro plus RL. Ro plus RL, where Ro is output resistance of amplifier and RL is a load resistance. If RL much greater than Ro, then VL is equal to Vo. Load resistance output voltage ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് വളരെ ദീർഘമായിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും ദീർഘമായിട്ട് പറയേണ്ട കാര്യമില്ല. നമുക്ക് ഈ എസ് എ സഫീഷ്യൻ ലെങ്ത്തുള്ള എസ് എ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സർക്യൂട്ട്, എക്സ്പ്ലനേഷൻ, പിന്നെ ഫേസ് റിവേഴ്സുകളുടെ കാരണം, പിന്നെ തിയറി എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി എന്ന് പറഞ്ഞാൽ നല്ലൊരു എസ് എക്ക് ലെങ്ത് ഉണ്ട്. പക്ഷേ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു 5-6 പേജ് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രയും ആവശ്യമില്ല. ഒറ്റ എസ് എ ആണത്. ഇതിനകത്ത് കുറച്ച് ഷോർട്ട് ആൻസർ ചോദിക്കാം, പ്രോബ്ലം ചോദിക്കാം. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റിയ മോഡലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വായിച്ച് അങ്ങ് പഠിക്കണം. ഇതിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഗിവ് ദി സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ സിംഗിൾ സ്റ്റേജ് സി ആംപ്ലിഫയർ ആൻഡ് എക്സ്പ്ലൈൻസ് ആക്ഷൻ, ഡിറൈവ് എക്സ്പ്രഷൻസ് ഫോർ കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ ആൻഡ് പവർ ഗെയിൻ. എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി ചില ഷോർട്ട് ആൻസർ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഡ്രോ ദി സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ട്രാൻസിസ്റ്റർ സി ആംപ്ലിഫയർ. ഒരു ട്രാൻസിസ്റ്റർ സി ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ വളരെ സിമ്പിളാണ്. ആ വോൾട്ടേജ് ഡിവൈഡർ ബയസ് പഠിച്ചു കഴിഞ്ഞാൽ മതി. പിന്നെ ഇൻപുട്ടും കപ്പാസിറ്റി, ഔട്ട്പുട്ടും കപ്പാസിറ്റി, ആർക്ക് നേരെ സി എന്ന് പറയുന്നൊരു കപ്പാസിറ്റി, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാവുന്നതാണ്. എങ്ങനെയാണ് വോൾട്ടേജ് ഡിവൈഡറിൻ്റെ സർക്യൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഇൻപുട്ട് കപ്പാസിറ്റിയും ഇൻപുട്ടും, ഔട്ട്പുട്ട് കപ്പാസിറ്റിയും ഔട്ട്പുട്ടും, പിന്നെ ആർക്ക് അക്രോസായിട്ട് സി എന്ന് പറഞ്ഞ മൂന്നാമത്തെ കപ്പാസിറ്റി. അങ്ങനെ 3 കപ്പാസിറ്റികളെ പിടിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 2, എക്സ്പ്ലെയിൻ ഫേസ് റിവേഴ്സൽ ഇൻ എ സി ആംപ്ലിഫയർ. നമ്മൾ പ്രത്യേകം ടൈറ്റിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, വായിച്ച് പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ആർ ദി വേരിയസ് ഗെയിൻസ് ഇൻ എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, ഡിഫൈൻ ദം. 3 AI, AV, AP, അതായത് കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ, പവർ ഗെയിൻ. 3ന്റെ ഡെഫിനിഷനും ഇക്വേഷനും പഠിക്കുക. That is all with our 47th lecture on complementary electronics. In the next class, we study some problems from transistor amplifier. That is all. Thank you.